നമസ്കാരം. 91 ന്യൂസിലേക്ക് സ്വാഗതം. പൈൽസ് അഥവാ മൂലക്കുരു എന്നത് ഒരു രോഗമാണ്. പക്ഷേ ഭൂരിഭാഗം പേർക്കും ഇത് പുറത്തു പറയാൻ വലിയ നാണക്കേടാണ്. അതുകൊണ്ട് തന്നെ ഫിസ്റ്റുല അഥവാ മൂലക്കുരുവിൻ്റെ ചികിത്സയും ഇത് പിടിപെട്ടവർ രഹസ്യമാക്കി വയ്ക്കാറുണ്ട്. അങ്ങനെയുള്ളത് കൊണ്ട് ഈ മേഖലയിൽ ധാരാളമായി വ്യാജ ചികിത്സകരുണ്ട്. ഇരുമ്പനം തൃപ്പൂണിത്തുറയിൽ കാളിമഠം ആയുർവേദ ഹോസ്പിറ്റൽ എന്നൊരു സ്ഥാപനമുണ്ട്. ഇവിടെയുള്ള പരിശോധകനാണ് വിഷ്ണു. ഇയാൾ മൂലക്കുരുവിനുള്ള ആയുർവേദ ചികിത്സയായ ക്ഷാരകർമ്മ ചെയ്യുമെന്ന പരസ്യത്തിലാണ് രോഗികളെ സ്ഥാപനത്തിലേക്ക് ആകർഷിക്കുന്നത്. എന്നാൽ പല രോഗികളെയും ഇയാൾ ഓപ്പറേഷൻ ചെയ്യുന്നു. ഓപ്പറേഷൻ ചെയ്യാനുള്ള യാതൊരു യോഗ്യതയും നേടിയിട്ടില്ലാത്ത വിഷ്ണുവിൻ്റെ മരണക്കത്തിയിൽപ്പെട്ട് പൈൽസിന്റെ ചികിത്സ തേടിയ പലരും ഇന്ന് ജീവിതത്തിനും മരണത്തിനും ഇടയിലുള്ള ദുരിതം അനുഭവിച്ചുകൊണ്ടേ ഇരിക്കുന്നു. പരിപൂർണ ആയുർവേദ ചികിത്സയിലൂടെ രോഗശമനം എന്ന പരസ്യത്തിലൂടെ രോഗികളുടെ ശ്രദ്ധയാകർഷിച്ച് പൈൽസ് ചികിത്സയ്ക്കായി എത്തുന്നവർക്ക് 80% അലോപ്പതി മരുന്നുകളാണ് ഇവിടെ നിന്നും നൽകുന്നത്. ഇങ്ങനെ വിഷ്ണു എന്ന ആയുർവേദ തട്ടിപ്പുകാരന്റെ വലയിൽ കുടുങ്ങി ജീവിതം നരകതുല്യമായ ഒരു പാവം ചാനൽ 91 ന്യൂസിനോട് അദ്ദേഹത്തിന്റെ വിഷമതകൾ പറഞ്ഞു. അത് കാണുക. സോഷ്യൽ മീഡിയ നമ്മൾ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിലൂടെ ഒരു പരസ്യം കണ്ടു, ആയുർവേദമാണ്. അപ്പോൾ നമുക്ക് അലോപ്പതിക്ക് പോകേണ്ട, ആയുർവേദമല്ലേ നല്ലത്, സൈഡ് എഫക്റ്റ് ഒന്നും ഉണ്ടാവില്ല, നമുക്ക് തൊട്ടടുത്താണ്, എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നാൽ ഓടിച്ചെല്ലാൻ പറ്റുന്ന രീതിയിൽ അടുത്തായതുകൊണ്ട്. ഇരുമ്പനം എരൂര് എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത് തന്നെയാണ്. ഒരു 1.5 കിലോമീറ്റർ 2 കിലോമീറ്റർ താഴെയുള്ളൂ. അപ്പോൾ നമ്മൾ ദൂരെ അന്വേഷിച്ച് പങ്കമാലിയിലും കൂടെയൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കത് വേണ്ട, നമുക്ക് തൊട്ടടുത്ത് തന്നെ ആവാം. ചെന്നപ്പോൾ എങ്ങനെയാ അവിടെ പരസ്യത്തിൽ ഉണ്ടായിരുന്നത്? എന്തായിരുന്നു ഹോസ്പിറ്റലിനെ കുറിച്ചുള്ള പരസ്യം? എങ്ങനെയായിരുന്നു? ഒറ്റ ദിവസം കൊണ്ട് നിങ്ങൾക്ക് വീട്ടിൽ പോവാം. ഓക്കെ ഓക്കെ. അതായത് പൈൽസ്, ഫിഷർ, പിസ്റ്റല് എന്ത് തന്നെ ആയിക്കോട്ടെ, ആശുപത്രിവാസമില്ല, ഒരു ദിവസം കൊണ്ടുള്ള ക്ഷാരകർമ്മ അങ്ങനെ ട്രീറ്റ്മെന്റ് ആണ് ഇവിടെ പറഞ്ഞത്. അതുകൊണ്ട് നമുക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ നമുക്ക് ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് അന്ന് വൈകുന്നേരം തന്നെ വീട്ടിൽ പോവാം. അതുകൊണ്ട് സുഖമാകും എന്നുള്ളൊരു ഇതാണ് അതിൽ കണ്ടത്. അപ്പൊ നമ്മൾ മറ്റുള്ള ആശുപത്രികളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇതാകുമ്പോൾ ഒറ്റ ദിവസം കൊണ്ട് സൗകര്യമാണല്ലോ. പിന്നെ ആയുർവേദമാണ് നമ്മുടെ ശരീരത്തിന് കേടില്ലാത്ത ഇതാണെന്നുള്ളത്. അവര് പറഞ്ഞ പോലെ അന്ന് തന്നെ ഒരു ദിവസം കൊണ്ട് തന്നെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് വരാൻ പറ്റുമോ? 1/2 മണിക്കൂറത്തെ ട്രീറ്റ്മെന്റ് ഉണ്ടായുള്ളൂ. അത് ഞങ്ങൾക്ക് ലേഡി ഡോക്ടർ എന്ന് പറഞ്ഞ് ഞങ്ങൾ ചെന്നിട്ട് ചെയ്യാൻ കഴിഞ്ഞപ്പോ വിഷ്ണു എന്ന് പറഞ്ഞിട്ട് വേറൊരു ഡോക്ടറാണ് ചെയ്തത്. ആദ്യം കൺസൾട്ട് ചെയ്യാൻ മാത്രമേ ലേഡി ഡോക്ടർ ഉള്ളൂ. ട്രീറ്റ്മെന്റ്സ് ഒക്കെ ചെയ്യുന്നത് മറ്റ് ആൺ ഡോക്ടർമാരാണ്. ഒരാണ് ഡോക്ടർ ഉണ്ടായുള്ളൂ. പിന്നെ ആളുടെ കൂടെ വേറൊരു സിസ്റ്റം വരെ ഒരു സ്ത്രീ ഉണ്ട്, സിസ്റ്റർ. അങ്ങനെ അവരുണ്ട്. അത് ചെയ്ത് വീട്ടിൽ വന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടും എനിക്ക് വേദന മാറുന്നില്ല. ഞാൻ വിളിച്ച് പറയുന്നു വേദന കൊണ്ട് വേദന. അപ്പം അവർ ആയുർവേദ മരുന്ന് എന്ന് പറഞ്ഞിട്ട് നമ്മളെ വിളിച്ചിട്ട് നമുക്ക് ആന്റിബയോട്ടിക്കാണ് പുറത്തേക്ക് എഴുതി തന്നത് മുഴുവനും. പിന്നീട് അവർ റെഫർ ചെയ്തെന്നെല്ലാം ആന്റിബയോട്ടിക് മരുന്നുകളാണ്. ആയുർവേദ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞിട്ട് മരുന്ന് തരുന്നത് ഇംഗ്ലീഷ് മെഡിസിൻസ്. ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ട് അവർ ആദ്യമേ തന്നിട്ടുള്ളത് ജാത്യാധികേരം എന്ന് പറഞ്ഞൊരു തൈലം. പിന്നെ തന്നിട്ടുള്ളത് ഒരു വെള്ള പേപ്പറിൽ ഡേറ്റ് ഇട്ടിട്ട് കുറച്ച് ഇംഗ്ലീഷ് മരുന്നുകളുടെ ലിസ്റ്റാണ്. അത് ഞാനിവിടെ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് 748 രൂപയ്ക്ക് ഇംഗ്ലീഷ് മരുന്നുകൾ വാങ്ങുകയാണ് ചെയ്തത്. അതിനുശേഷം അതിൽ വേദന പിന്നെ കൂടുന്നു പറഞ്ഞപ്പോഴേക്കും അവിടുത്തെ സ്റ്റാഫുകൾ പറഞ്ഞു തരുന്നത് നിങ്ങൾ ആ ഗുളിക 3 ദിവസം കൂടി മേടിച്ച് കഴിക്കുന്നതെന്ന് പറയുന്നത്. കാരണം ഡോക്ടറെ കൂടുതൽ കാണുന്നില്ല. ഡോക്ടർ 2 ദിവസങ്ങളിലെ ഡോക്ടറുള്ളൂ. ബാക്കിയുള്ള ദിവസം അവർ ആ ഇംഗ്ലീഷ് മരുന്നുകൾ പെയിൻ കില്ലറോ ആന്റിബയോട്ടിക്സ് ഒക്കെ ആണെങ്കിൽ തന്നെ അത് എഴുതി തന്നതിന്റെ പ്രിസ്ക്രിപ്ഷനൊക്കെ കയ്യിലുണ്ടല്ലോ. എല്ലാ രേഖകളും കയ്യിലുണ്ട്. ഓക്കെ ഓക്കെ. എന്നിട്ട് ഈ ചികിത്സ കൊണ്ടുണ്ടായ ബുദ്ധിമുട്ട് അത് ചികിത്സാ പിഴവാണെന്ന് കാണിച്ചുകൊണ്ട് പരാതി കൊടുത്തിരുന്നു. DMOയ്ക്ക് തമ്മനത്ത് DMO ഓഫീസിൽ കൊടുത്തു. DMO അത് ഫോർവേഡ് ചെയ്ത് മെഡിക്കൽ കൗൺസിലേക്ക് അയച്ചു. അത് കൂടാണ്ട് ചികിത്സാ പിഴവ് എല്ലാ പേപ്പറുകളും സഹിതം പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്തു. അതിനുശേഷം ഈ ഹോസ്പിറ്റൽ നടത്താനായിട്ട് ഹോസ്പിറ്റൽ അനുമതി ഉണ്ടോ എന്ന് ചോദിച്ചു മുനിസിപ്പാലിറ്റിയിൽ ഒരു വിവരാശം വയ്ക്കുകയും ചെയ്തു. അതിൻ്റെ ഒരു പരാതി കൊടുക്കുകയും ചെയ്തു. അവർക്ക് അനുമതി ഉണ്ടോ? ശരി, അനുമതി ഹോസ്പിറ്റലിന് അനുമതി മുനിസിപ്പാലിറ്റി കൊടുത്തിട്ടുണ്ടെങ്കിലും ഒരു ഹോസ്പിറ്റലിന് അനുമതിക്ക് 10 ബെഡ് വേണം. അവിടെ നടപടിക്രമങ്ങളൊന്നും പാലിക്കാതെ ഉള്ള അനുമതിയാണ് അതല്ലേ? അപ്പൊ അതൊരു വലിയ തട്ടിപ്പിന്റെ ഭാഗമാണ്. പിന്നെ ഇവര് ട്രീറ്റ്മെന്റ് ചെയ്യണത് മുകളിലാണ്. പക്ഷെ മുനിസിപ്പാലിറ്റി ഉദ്യോഗസ്ഥനോട് ഞാൻ നേരിട്ട് കാര്യങ്ങൾ പറഞ്ഞു. എല്ലാം ചെയ്തിട്ടും മുകളിൽ നിന്നും അവിടെ പൂട്ടിയിട്ടേക്കാന്നും പറഞ്ഞ് തിരിച്ചു വന്ന് താഴത്തെ അനുമതി കൊടുത്തേക്കണ പേപ്പറാണ് തന്നേക്കണേ. അപ്പൊ അവിടെ ഇത്ര ബെഡ് വേണമെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ വേണമെന്നോ അവിടെ ഒരു ബെഡ് പോലും ഇല്ല. ഒരു മിനിമം ഒരു ഹോസ്പിറ്റലിന് വേണ്ട യാതൊരു സൗകര്യവും ഇല്ലാതെയും ഹോസ്പിറ്റലായിട്ട് അത് പ്രവർത്തിക്കുകയാണ്. ഓക്കെ ഓക്കെ.
അത് ഒരു ഡോക്ടറെ തന്നെ അത് പരാതിക്ക് എന്താണ് പിന്നീട് പരാതിക്ക് പറ്റിയത്? ആ പരാതി ഇപ്പം പരാതിയിൽ നടപടി എന്തെങ്കിലും എടുത്തിട്ടുണ്ടോ? ഒരാൾ പോലും നടപടിയില്ല. DM ഓഫീസിൽ കൊടുത്ത പരാതി ഫോർവേഡ് ചെയ്തത് മെഡിക്കൽ കൗൺസിലിലേക്ക്. അവിടെ നിന്ന് തന്നിട്ടുള്ള പല നമ്പറുകളിൽ വിളിക്കുമ്പോൾ ഒരു മറുപടിയില്ല, കോൾ എടുക്കണില്ല. അരമുറി വൈദ്യൻ രോഗിയെ കൊല്ലുമെന്നൊരു ചൊല്ലുണ്ട്. കാളിമഠം ആയുർവേദ ഹോസ്പിറ്റലിന്റെ തലവനായ വിഷ്ണുവിന്റെ അരികിൽ എത്തുന്നവരുടെയും അവസ്ഥ ഇങ്ങനെ തന്നെയാണ്. പൈൽസിന്റെ രോഗലക്ഷണവുമായി അവിടെ എത്തിയാൽ ആയുർവേദത്തിന്റെ മറവിൽ ഇംഗ്ലീഷ് മരുന്നുകൾ നൽകിയും ഓപ്പറേഷൻ നേരിട്ട് കണ്ടിട്ട് പോലുമില്ലാത്ത ഇയാൾ രോഗിയെ കീറി മുറിച്ചും നിത്യരോഗശയ്യയിൽ ആക്കിയിരിക്കും. വ്യാപക പരാതികളുണ്ടെങ്കിലും ഈ അനധികൃത ചികിത്സ അവസാനിപ്പിക്കുവാൻ വേണ്ടപ്പെട്ട അധികാര കേന്ദ്രങ്ങൾക്ക് കഴിയുന്നില്ല. കാരണം രാഷ്ട്രീയമായുള്ള പിൻബലവും പണത്തിന്റെ ഹുങ്കും ഇയാളെ തളയ്ക്കാൻ കഴിയാത്ത ശക്തിയാക്കി മാറ്റിയിരിക്കുന്നു. DMIയുടെ സർട്ടിഫിക്കറ്റ് നേടാൻ എനിക്ക് യാതൊരു പ്രയാസവുമില്ല എന്ന് വിഷ്ണു അഹന്തയോടെ പറയുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കുക ഏതെല്ലാം വളഞ്ഞ വഴികളിലൂടെയാണ് ഈ സ്ഥാപനത്തിന്റെ യാത്രയെന്ന്. കാളിമഠം എന്ന നരകത്തിൽ സംഭവിച്ച ചുരുക്കം ചില ദുരൂഹ വിവരങ്ങളാണ് പുറത്തുവിട്ടത്. വിഷ്ണു എന്ന ആളെക്കൊലി വൈദ്യന്റെ കൈകളിൽ പാവപ്പെട്ടവർ ഇനിയും പെട്ടുപോകാതിരിക്കാൻ ഇതൊരു മുന്നറിയിപ്പാണ്. ഇവിടുത്തെ ചികിത്സാ ദുരിതം പേറുന്നവരുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഈ സ്ഥാപനത്തിനെതിരെ ശക്തമായ നിയമ നടപടികൾ ഉണ്ടാകും വരെ 91 മാധ്യമ സമരം നിർഭയം തുടരുക തന്നെ ചെയ്യും.